അതെ. ഇന്നത്തെ എൻ്റെ യാത്ര വേറെങ്ങോട്ടുമല്ല. ഒറ്റപ്പാലത്തുള്ള എ.ആർ ഹാൻഡ്ലൂമിലോട്ടാണ്. എൻ്റെ രണ്ടാമത്തെ വട്ടമാണ് ഞാനിവിടെ പോകുന്നത്. ആദ്യ വട്ടം പോയപ്പോൾ എനിക്കിങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വട്ടം തകർത്തെടുക്കാന്ന് വെച്ചു. സത്യം പറഞ്ഞാൽ ഈ എക്സൈറ്റ്മെന്റ് വേറൊന്നുമല്ല. ഞാൻ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കായംകുളം ആയപ്പോഴത്തേനും പ്രതീക്ഷിച്ച ആളെത്തി. വേറെ ആരുമല്ല, രാഹുലേട്ടൻ തന്നെയാണ്. ഇത്ര നാളായിട്ട് ഞങ്ങൾ ഇതുവരെ ലോങ് എവിടെയും പോയിട്ടില്ല. അതുകൊണ്ട് ഈ വട്ടം രാഹുലേട്ടനായിട്ട് പോകാമെന്ന് വെച്ചു. പുള്ളി ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇന്നലെയും കൂടെ ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. കയ്യിലൊക്കെ നല്ല മുറിവുണ്ട്. ഈ രാവിലെ ഈ മഞ്ഞൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ സീറ്റിനും ഒരു കുറവില്ല. രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരു ഫ്ലാസ്കിൽ കുറച്ച് ഓട്സ് എടുത്തിട്ട് വന്നു. പുള്ളിക്ക് പക്ഷേ ഇതൊന്നും പോരാ. പുള്ളിക്ക് കഴിക്കാൻ എന്തായാലും മസ്റ്റായിട്ട് കിട്ടിയേ തീരൂ. അങ്ങനെ ട്രെയിനിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇഡലി അപ്പവും കൂടെ പാർസലായിട്ട് വാങ്ങിച്ചു. പുള്ളിക്ക് അത് കിട്ടിയപ്പോഴാണ് ഭയങ്കര സന്തോഷമായത്. ഇതിൻ്റെ ഇടയ്ക്ക് രാഹുലേട്ടൻ്റെ പേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ കണ്ടു. ഞാൻ വിചാരിച്ചില്ല പുള്ളിയുടെ പേഴ്സിൽ എൻ്റെ ഫോട്ടോ കാണുമെന്ന്. പുള്ളി വലിയ റൊമാൻറ്റിക് ഗെയിമൊന്നുമല്ല. പക്ഷേ പണ്ട് ഞാൻ എഴുതി കൊടുത്ത ലവ് ലെറ്റേഴ്സ് ഒക്കെ പുള്ളി ഇങ്ങനെ സൂക്ഷിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ അത് അതിലും വലിയ സന്തോഷമായി. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇന്നലെ പറ്റിയ ആക്സിഡൻറ്റിൻ്റെ മുറിവൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരികയാണ്. ഇത്രയും നല്ല മുറിവൊക്കെ ഉണ്ടായിട്ടാണ് എൻ്റെ കൂടെ ഒറ്റപ്പാലം വരെ വരാൻ നിൽക്കുന്നത്. മുറിവ് മാത്രമല്ല, ചെറിയൊരു പൊട്ടലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അച്ഛനെ കൂടെ കാണണം. അച്ഛൻ ഈ വട്ടം കോട്ടയത്താണ് ജോലി. പണ്ട് ഈ കീരിയും പാമ്പും പോലെ നടന്ന ആൾക്കാരാ ഇപ്പം എന്ത് സ്നേഹത്തോടെ പെരുമാറുന്ന കാണുന്നത്. ഇനിയും കുറച്ച് ദൂരവും കൂടെ ഞങ്ങൾക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ക്യാമറയുടെ മുന്നിൽ ഒട്ടും വരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് രാഹുലേട്ടൻ. എന്നാലും പിടിച്ചു നിർത്തി ഞാൻ ഒത്തിരി ഫോട്ടോയൊക്കെ എടുപ്പിക്കും. കൃത്യം 11:30 ആയപ്പോഴത്തേനും ഞങ്ങൾ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ട്. എത്ര വയ്യെങ്കിലും എൻ്റെ ബാഗ് അയാൾക്ക് ചുമന്നേ പറ്റത്തുള്ളൂ. അവിടെ എത്തിയപ്പോഴാണ് മറ്റൊരു കാര്യം ഞങ്ങൾ അറിയുന്നത്. ഇന്ന് കാവശ്ശേരി പൂരമാണ്, വെടിക്കെട്ടൊക്കെ ഉണ്ടെന്ന്. പെട്ടു എന്ന് വെച്ചാൽ ശരിക്കും പെട്ടു. 1 മണിക്കൂർ ആ ബസ്സിൽ എങ്ങനെ ഇരുന്നെന്ന് പോലും അറിയാൻ വയ്യ. അമ്മാതിരി ബ്ലോക്കായിരുന്നു. എന്തായാലും ബാക്കി വിഷയങ്ങൾ പുറകെ പറയാം. സീ യു സൂൺ.